ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സജയ് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ എന്താ പാട്ടുമായി ബന്ധപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പി ഭാസ്കരൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചുള്ളൊരു പരിപാടിയായിട്ടാണ്, ഒരു സെഷനായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് സജയ് സൂചിപ്പിച്ചിരുന്നില്ല. അത് ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് കിട്ടിയപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ ചില യാത്രകളൊക്കെ ചെയ്ത് വരുന്നതായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഒരുക്കങ്ങളിലൊന്നും അല്ല. എന്നാൽ പോലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ 100 പാട്ടുകൾ പാടുന്ന ഒരു പങ്ക്തി എന്ന് പറയാം, ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ആ പാട്ടിനെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളും അതുപോലെ എൻ്റെ അഭിപ്രായങ്ങളും അതിൻ്റെ ആസ്വാദനവും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു എഴുത്തും അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ ജന്മശതാബ്ദി വർഷത്തിൽ തന്നെ കണ്ണീരും സ്വപ്നങ്ങളും എന്ന പേരിൽ പി ഭാസ്കരൻ ഗാനങ്ങളുടെ ലാവണ്യ തലങ്ങൾ എന്ന പേരിലൊരു പുസ്തകമായി ഇപ്പോൾ പ്രസിദ്ധീകരിക്കാനും പോകുന്നുണ്ട്. ഈ പാട്ട് കൂടി കേൾക്കാവുന്ന വിധത്തിൽ. അതിൽ ഈ കോഡ് വെച്ച് ഇപ്പോഴുള്ള പരിപാടി ഉണ്ടല്ലോ, എന്താണ് ഈ കോഡ് വെച്ച് എന്തായാലും പറയുക, സ്കാൻ ചെയ്ത് കേൾക്കാവുന്ന ഒരു രീതിയിൽ കൂടി വെച്ചുകൊണ്ടാണ് ആ പരിപാടി. അതിപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഇറങ്ങും. അപ്പം അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോ പ്രത്യേക പാട്ടുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ല എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റെ വൈകാരികമായ കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വിഷയങ്ങളും അതിൻ്റെ സാംസ്കാരികമായ മറ്റ് തലങ്ങളുമൊക്കെ ആവർത്തിച്ച് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ചാണ് അത് ഞാൻ ചെയ്തിരുന്നത്. കാരണം ഒരേ ആളെപ്പറ്റി തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് 50 പാട്ടുകൾ ചേർന്നിട്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. 50 പാട്ടുകൾ പിന്നീട് 2ാമത്തെ വോളിയമായി ഇറങ്ങും. ഭാസ്കരൻ മാസ്റ്ററുടെ ഇത് കുറച്ചുകൂടി വോളിയം വെക്കാമെന്ന് തോന്നുന്നു അല്ലേ? മൈക്കിന് കുറച്ചുകൂടി വോളിയം വെക്കാം. ആരാ ഉള്ളതിൻ്റെ? ഭാസ്കരൻ മാസ്റ്ററുടെ അത് മതി. എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരണ്ടേ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്കും വരണമല്ലോ അല്ലേ? ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളിൽ ഏറ്റവും പ്രധാന വിഷയം നേരത്തെ റഫീഖ് അഹമ്മദ് സൂചിപ്പിച്ചതുപോലെ സിനിമയുടെ പാട്ടെന്ന് പറയുന്നത് ഒരാളുടെ അഭിപ്രായമല്ല. അത് ആ കഥാപാത്രത്തിൻ്റെ സംസ്കാരവും ജീവിത സംഘർഷങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതാണ്. ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കാര്യം ഈ സദസ്സിനോട് പറയാനുള്ളത്, ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയി എന്ന തോന്നൽ നിങ്ങൾ എനിക്കുണ്ടാക്കരുത്. ബാക്കിലിരുന്നവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ മുതിർന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളല്ല. ഞാൻ LP സ്കൂളിലല്ല പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾ പുറത്ത് പോകുന്നത് നന്നായിരിക്കും. ഞാൻ അധ്യാപകനല്ലാത്തതുകൊണ്ട് എനിക്ക് ആരെയും ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്താനും അറിയില്ല. പിന്നെ അല്ലെങ്കിൽ കാരണം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഒരു അനാവശ്യമാണെന്ന് തോന്നുന്നവരായിരിക്കുമല്ലോ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നുകിൽ ഔചിത്യപൂർവ്വം പുറത്തിറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ എന്നോട് സഹകരിക്കാം. ഈ പൊട്ടൻ എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നോട് സഹകരിക്കാം. ഇരിക്കട്ടെ, അത് ഞാൻ എൻ്റെ ഒരു സ്വഭാവമാണെന്ന് വിചാരിച്ചാൽ മതി പറയുന്നത്. അത് നമ്മൾ ആ കുട്ടികൾ മനസ്സിലാക്കണം. നാളെ ഇപ്പോൾ ഒരുപാട് പരിപാടികളിലും ഒരുപാട് കാര്യങ്ങളിലും പങ്കെടുക്കേണ്ടവരാണ് നിങ്ങളൊക്കെ, അധ്യാപകരായും അല്ലെങ്കിൽ അതുപോലെയൊക്കെ വരേണ്ട ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഇവിടെ ടീച്ചേഴ്സും ഉണ്ട്. കുട്ടികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിന് അതിൻ്റെ ഭംഗം വരും, അതിൻ്റെ ബ്രേക്കായി പോകും. അതിൻ്റെ നമ്മളെ ചിന്തകൾക്കും നമ്മളെ ആലോചനകൾക്കും എല്ലാം അതിൻ്റെ നമ്മളെ ഫ്ലുവൻസിക്കും ഒക്കെ ബ്രേക്ക് വരും അല്ലേ? അത് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ. എനിക്ക് വേണേൽ നാളെ നിർമ്മല കോളേജിൽ വരാതിരിക്കാം, പക്ഷെ നിങ്ങൾക്കിനി നാളെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ശത്രുക്കളുടെ എണ്ണം ഇവിടെ വെച്ച് വീണ്ടും വർദ്ധിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ?
ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളും കവിതകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബഹുമുഖമായ വ്യക്തിത്വം, ഒരു പത്രാധിപരായും ചലച്ചിത്രകാരനായും ചലച്ചിത്ര സംവിധായകനായും ചലച്ചിത്ര ഗാനരചയിതാവായും സ്വാതന്ത്ര്യ സമര സേനാനിയായും രാഷ്ട്രീയ നേതാവായും അതുപോലെ നിരവധി പാട്ടുകളിൽ തന്നെ നിരവധി ശാഖകളിലൂടെ സഞ്ചരിച്ച ആളായിട്ടുമൊക്കെ ഭാസ്കരൻ മാസ്റ്റർ നമ്മൾ കാണണം. നമ്മൾ ഭാസ്കര ഗീതങ്ങൾ അല്ലെങ്കിൽ ഭാസ്കര മാസ്റ്ററുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് സിനിമാ പാട്ടുകളെയാണ്. പക്ഷെ പി ഭാസ്കരനെ സംബന്ധിച്ചിടത്തോളം സിനിമാ പാട്ടിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ഘട്ടങ്ങളിലും സ്വാതന്ത്ര്യ സമരകാലത്തിലാണെങ്കിൽ അദ്ദേഹം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് കേരളം സ്വതന്ത്രമായ ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പേ തിരുവിതാംകൂറും മലബാറും കൊച്ചിയും ഒക്കെ വ്യത്യസ്ത രാജ്യങ്ങളായിരുന്ന കാലത്ത് അതിൻ്റെ ഏകീകരണത്തിന് വേണ്ടി ഐക്യ കേരളം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ കാലത്തും അദ്ദേഹം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഐക്യ കേരള ഗാനം എന്ന പേരിൽ പ്രശസ്തമായ പാട്ടാണ്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ, നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാ പുതിയ കേരളം മനോഹരം ആണ്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ, നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമ പുതിയ കേരളം മനോഹരം. പദം പദം, അത് ആ കാലത്തിൽ ഖദം ഖദം എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ഇപ്റ്റയുടെയൊക്കെ ഒരു പാട്ടായിട്ട് വരുമായിരുന്നു. ദേശീയമായ ഒരു സംഘടനയാണ് ഇപ്റ്റ എന്ന് പറയുന്നത്, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന് പറയും. ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന ടീച്ചർക്കൊക്കെ അതിനെപ്പറ്റി കുറച്ചുകൂടി അറിയാം. ഡൽഹിയിലൊക്കെ അത്തരം കാര്യങ്ങൾ ഇപ്പം കേരളത്തിലുണ്ട് അതിൻ്റെ സംഘടന. അത് ആദ്യകാലത്ത് ഉറുദുവിലോ ഹിന്ദിയിലോ മറ്റോ ഉണ്ടായിരുന്നൊരു പാട്ടാണ് ഖദം ഖദം എന്നുള്ളതൊരു പാട്ട്. ആ പാട്ട് എൻ്റെ അതേ താളത്തിൽ അതിൻ്റെ എന്താ പറയുക, നമ്മൾ അത് നേരത്തെ റഫീഖ് ഉപയോഗിച്ച പദം ഉപയോഗിക്കുകയാണെങ്കിൽ മീറ്ററിൽ എന്ന് പറയാം, അതേ വികാരത്തിൽ അതായത് ഒരു മാർച്ചിങ് സോങ്ങിൻ്റെ ഇഫക്റ്റിൽ എഴുതിയ അതാണ് അദ്ദേഹം. ഞാൻ ഇത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഖദം ഖദം എന്ന് ആ ഭാഷയിൽ വന്നപ്പോൾ മാഷ് അത് പദം പദം എന്നാക്കുകയാണ്. അതാണ് കവി, ഭാഷയിലെ സ്വാധീനമാണത്. അത് പിന്നീട് പറയാം, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത്. അത് ഗാനരചന എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഈ പദങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുക എന്ന് നേരത്തെ റഫീഖ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. ഒരു വാക്ക് അഴിച്ചു മാറ്റിയാൽ മറ്റതെല്ലാം പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞില്ലേ, ഇല്ലേ? എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഒരു വാക്ക് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു കല്ലിളക്കി മാറ്റിയാൽ ബാക്കി പൊളിഞ്ഞു വീഴുമെന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ പരസ്പരം കോർത്താണ് ഇരിക്കുന്നത്. കവിതയിലെ പോലെയല്ല. കവിതയിൽ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പാടാൻ വേണ്ടിയിട്ടല്ല, വായിക്കാൻ വേണ്ടിയിട്ടാണ് കവിത എന്ന് പറയുന്നത് നമ്മുടെ ഒരു സങ്കല്പം. അതിപ്പോൾ പലരും പാടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. അത് ഞാൻ കടക്കുന്നില്ല, അതെൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പറയുന്നില്ല. പണ്ടൊക്കെ കവിതയും ചൊല്ലുന്നത് അങ്ങനെയായിരുന്നില്ല. കവിത ചൊല്ലുന്നതിനും ഒരു ഈണം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛൻ നേരത്തെ പറഞ്ഞു വി.ടി. കുമാരൻ മാഷ് എന്ന് പറഞ്ഞു, ഉത്തര കേരളത്തിലൊരു കവിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഭാഷാപരമായും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകളുടെ പുസ്തകവും തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ പുസ്തകവും പ്രത്യേകം വോളിയംസായി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം നേരത്തെ ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടിക്കാലത്തെ ഈ താളാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എന്നെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരുപക്ഷെ ബോധപൂർവമായിരിക്കില്ല, പക്ഷേ അതാണ് അബോധത്തിൽ എൻ്റെ മനസ്സിലേക്ക് താളത്തിൻ്റെയും അല്ലെങ്കിൽ ഈണത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു സംസ്കൃതിയുടെയും ഒക്കെ അംശങ്ങൾ കടന്നു വരാനുള്ളൊരു കാരണം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
അപ്പോൾ അന്ന് പി കുഞ്ഞിരാമൻ നായരുടെയൊക്കെ കവിതകൾ ഒരു 10ാം വയസ്സിലൊക്കെ, ഒരു 5, 8, 9, 10 വയസ്സിലൊക്കെ, പിന്നെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എന്നെ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ. പങ്കം തെളി ചാന്തായി മാറ്റി ചെന്താമര മൊട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. തെളിനീല ഗഗന തിന്നറവാതിൽ തുറന്നേതോ കളഭച്ചെപ്പുമായി രാഗരജനി വന്നു. അതുപോലെ മുകിലുകൾ മേയും കുന്നിൻ ചെരുവിലൊരമ്പലമുണ്ടല്ലോ, അമ്പലമഴുകളിൽ പന്തലിടുന്നൊരു മാമരമുണ്ടല്ലോ. ഹൃദയം പൊട്ടിയ കവിത കപ്പാൽ പുഴയൊഴുകുമ്പോൾ ദിവ്യരസാനുഭവത്തിൽ മതിച്ച കവുങ്ങുകളാടുമ്പോൾ. ഇതൊക്കെ കുഞ്ഞിരാമൻ നായരുടെ. ഇപ്പം കുഞ്ഞിരാമൻ നായരെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആർക്ക് അറിയുമെന്ന് അറിയില്ല, പുതിയ കുട്ടികൾക്കൊക്കെ അറിയാമെന്നറിയില്ല. പാഠപുസ്തകത്തിൽ അങ്ങനെ ഒരു പദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ അറിയാമെന്നല്ലാതെ കുഞ്ചൻ നമ്പ്യാരെയും തീർച്ചയായും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത് പാഠപുസ്തകത്തിൽ ഓരോരു ഭാഗം ചേർക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതൊന്നും അറിയില്ല ഇപ്പോൾ ആർക്കും. ഇപ്പം മുരുകൻ കാട്ടാക്കടയൊക്കെയാണ് എല്ലാവർക്കും അറിയുള്ളൂ, അത് ചൊല്ലി ഇതാക്കുന്നതുകൊണ്ട്. വൈലോപ്പള്ളി എന്ന് ചോദിച്ചാൽ അതാരാന്ന് ചോദിക്കും. ഒരു സ്റ്റുഡിയോയുടെ മുകളിൽ, റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ മുകളിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു തമാശ പറയാം. അപ്പോൾ അദ്ദേഹം മരിച്ച ശേഷം ഇപ്പോൾ ഞാനവിടെ റെക്കോർഡിങ്ങിന് പോയതാണ്. അപ്പോൾ കൂട്ടത്തിലുള്ള പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു സംഗീത സംവിധായകൻ, പുതുതലമുറയിൽപ്പെട്ട സംഗീത സംവിധായകനാണ്. അയാൾ ചോദിച്ചു, ഈ ഫോട്ടോ ആരുടെയാണ്? റെക്കോർഡിസ്റ്റിൻ്റെ മുത്തച്ഛൻ്റെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു, നിന്നെ ഞാൻ തല്ലാതെ വിടുന്നത് മ്യൂസിക് പണി ആദ്യം അവസാനിപ്പിക്കുക. ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ഫോട്ടോ എല്ലാവർക്കും അറിയുന്നതാണ്, കണ്ടാൽ എല്ലാവർക്കും അറിയുന്നൊരു രൂപമാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലും അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഒരു കാലം. അതുപോട്ടെ, ഞാനൊരു യുവതലമുറയെ കുറ്റം പറയുന്നൊന്നുമല്ല. കുറച്ചുകൂടി നിങ്ങൾ നേരത്തെ ഇവിടെ ഫാദർ സൂചിപ്പിച്ച് ഞാൻ കേട്ടു, നിങ്ങൾ ഒരു അനന്തവികായസിൽ ഇങ്ങനെ പറന്നു പോകാനുള്ള ചിറകുകൾ ഉണ്ടാക്കുകയും കൂടിയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചുകൂടി ഉയർന്ന, കുറച്ചുകൂടി വിസ്തൃതമായൊരു ആകാശത്തിലേക്ക് പകർന്നുയരാൻ വേണ്ടിയുള്ള ചിറകുകൾ ഉറപ്പിക്കൽ കൂടിയാണ് ഈ പരിപാടികൾ എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് വളരെ ആലോചനാമൃതമായ ഒരു കാര്യമായി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മലയാള സാഹിത്യത്തിൽ, സംഗീതത്തിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ലളിതഗാന ശാഖയിൽ, സിനിമാ പാട്ട് ശാഖയിൽ ഒന്നുമല്ലാതെ തന്നെ ഭാസ്കരൻ മാസ്റ്റർക്ക് അതിൻ്റെ പുറത്ത് വലിയ വിശാലമായൊരു ലോകമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇങ്ങനെ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട്. 1921 എന്ന് പറയുന്ന നമ്മുടെ മാപ്പിള ലഹള എന്താണ്, അതിനെപ്പറ്റി പല വിമർശനങ്ങളുണ്ട്. അത് സ്വാതന്ത്ര്യ സമരമാണോ, അല്ലെങ്കിൽ അത് വെറും ഒരു കലാപമായിരുന്നോ, ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിമർശനങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ വേറെയാണ്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു സമരം എന്നുള്ള രീതിയിൽ അതിന് ഭാസ്കര മാസ്റ്റർ പാട്ടുണ്ടായിട്ടുണ്ട്. മഞ്ഞണിഞ്ഞ മാമല ഇടും മലനാട് എന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ തന്നെയാണ്. അപ്പം അതിൽ ആ പാട്ട് കണ്ടുകെട്ടുന്നുണ്ട് ബ്രിട്ടീഷുകാർ. ആ പാട്ടിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സിനിമാ പാട്ടുമായി ബന്ധപ്പെടുത്തിയ ഒരാളെ സംസാരിക്കുമ്പോൾ നമ്മൾ വെറും സിനിമാ പാട്ടുകാരല്ല. പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എഴുതിയ സിനിമാ പാട്ട് എഴുത്തുകാരനല്ല പി ഭാസ്കരൻ. അതിനപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചു, വയലാർ ഇന്നൊരു വയലാർ ഇന്നൊരു കൊച്ചു ഗ്രാമമാണെന്ന് വില കാണാനാവാത്ത കാവ്യമത്രേ എന്നാണ് അത്. വയലാർ ഗർജിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ കവിത. അപ്പോൾ ഈ ഓരോ സാമൂഹ്യമായ ഓരോ ഘട്ടങ്ങളിലും ജനതയ്ക്ക് ആവശ്യം എന്താണെന്നോ ആ ആവശ്യമായ കാര്യങ്ങൾ അതത് സന്ദർഭങ്ങളിൽ തൻ്റെ സർഗാത്മകമായ ഇടപെടലുകളുടെ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ പി ഭാസ്കരൻ എന്ന് പറയുന്നത്. ഇനി ഈ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു രീതി എങ്ങനെയാണ് ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? സിനിമയ്ക്ക് പുറത്ത് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ലളിത സംഗീത മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാണ് ഈ ലളിത സംഗീതം എന്നൊരു വാക്കുണ്ടായത്? നമ്മളതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ അതിന് പറഞ്ഞുകൊണ്ടിരുന്നത് സുഗമ സംഗീതം എന്നാണ്.
സുഗം സംഗീത് എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സുഗമ സംഗീതം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഗമിക്കാവുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ സുഗമ സംഗീതം പിന്നീട് ലളിത സംഗീതമായി മലയാളത്തിൽ. കോഴിക്കോട് ആകാശവാണിയാണ് വാസ്തവത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. അത് പ്രധാനപ്പെട്ട പങ്ക് പി ഭാസ്കരൻ്റെയാണ്. പി ഭാസ്കരനും കെ രാഘവൻ മാസ്റ്ററും കൂടി 1950കളിൽ കോഴിക്കോട് ആകാശവാണിയിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നുണ്ട്. അവിടെ പ്രക്ഷേപകനായും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. പത്രാധിപരായിട്ട് ഇരുന്നിട്ടുണ്ട്. ആകാശവാണിയിലെ ഒരു പ്രക്ഷേപകനായിട്ട് ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ പി ഭാസ്കരൻ മാഷാണ് രാഘവൻ മാഷ് എന്ന് പറയുന്ന ശാസ്ത്രീയ സംഗീതജ്ഞനെ കെ രാഘവൻ മാഷ് 2-3 മണിക്കൂർ നേരം സംഗീത കച്ചേരി. ഇപ്പം നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഫോക്കിൻ്റെ ആളാണെന്നാണ് പറയുക. അദ്ദേഹം നാടോടി സംഗീതത്തെ നമ്മുടെ സംഗീതവുമായി ലയിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പുതിയ സൃഷ്ടിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ അദ്ദേഹം ബേസിക്കലി അദ്ദേഹം ഒരു ക്ലാസിക്കൽ സംഗീതജ്ഞനാണ്. ആകാശവാണിയിലെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗവും ക്ലാസിക്കൽ മ്യൂസിക് വിഭാഗത്തിലായിരുന്നു. പക്ഷേ ഭാസ്കരൻ മാഷ്ക്ക് തോന്നി ഈ ചെറുപ്പക്കാരനിൽ കുറച്ചൊരു മറ്റ് തലത്തിലൊരു ക്രിയാത്മകമായ, വളരെ ക്രിയേറ്റീവായ ഒരു അംശമുണ്ട്. അതുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളാണ് എന്ന് തോന്നിയപ്പോൾ ചെറിയ ചെറിയ വരികൾ എഴുതിയിട്ട് രാഘവ മാഷെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കും. ഈ ട്യൂണിങ് ആണ് പിന്നീട് ലളിത ഗാനപാഠമായും ലളിത സംഗീതമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നെ വന്നത്. 50കളിൽ തുടങ്ങിയതാണ് ഈ പ്രക്രിയ എന്നർത്ഥം. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ ഒരു ചരിത്രം കൂടി ചെറുതായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് മാഷ പാട്ടുകളുടെ ചില കാര്യത്തിലേക്ക് കൂടി കടക്കാം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ടാഗോറിൻ്റെ ജന്മശതാബ്ദി ആഘോഷമൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പല പാട്ടുകളും ഉണ്ടായി. ഗീതാഞ്ജലിയുടെ തർജ്ജമകളുണ്ടായി. ഗീതാഞ്ജലിയുടെ തർജ്ജമകൾ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ തർജ്ജമകളുണ്ട്, പദാനുപദ വിവർത്തനമായി വന്നിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ് തർജ്ജമ ചെയ്തിട്ടുണ്ട്, NK ദേശം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ മാഷ് അതിലൊരു ഭാഗം തർജ്ജമ ചെയ്തു. തർജ്ജമ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആശയത്തെ അദ്ദേഹം ഒരു പാട്ട് രൂപത്തിൽ വികസിപ്പിച്ചു. ഈ ഭാസ്കരൻ്റെ പാട്ടുകളിലുടനീളം നോക്കിയാൽ നിങ്ങൾക്ക് ടാഗോറിനെ കാണാം. ടാഗോറിൻ്റെ ബിംബങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പല പദങ്ങളും, ധ്യാനപാലകൻ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഈ ടാഗോറിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു. ഒരു പാട്ടിനെ, നേരത്തെ റഫീഖ് അത് പറഞ്ഞു, ഒരു പാട്ടിന് നമ്മൾ കാണേണ്ടത്, ഒരു സിനിമാ പാട്ട് നമ്മളെ ആകർഷിക്കുന്നു, അത് അവിടെ കഴിഞ്ഞു, നമുക്ക് തുള്ളിക്കളിക്കണം, നമുക്ക് ബഹളം ഉണ്ടാക്കണം എന്നുള്ള അതിലല്ല കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ അങ്ങനെയല്ല കാണേണ്ടത്. നിങ്ങളുടെ ആഘോഷിക്കാനുള്ള യുവത്വം എന്നുള്ള രീതിയില്ല കാണേണ്ടത്. പഠിക്കാനുള്ളൊരു മെറ്റീരിയൽ കൂടിയായിട്ട് അതിനെ, അല്ലെങ്കിൽ ഒരു പ്രവേശകമായിട്ട്, ഒരു വലിയ സംസ്കൃതിയിലേക്ക് കടക്കാനുള്ള വാതിലായിട്ട് വേണം നമ്മളതിനെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് അവിടെ കെ രാഘവൻ മാഷും ഭാസ്കരൻ മാഷും കൂടി ഒരു പാട്ടുണ്ടാക്കി. എന്താണ്? ടാഗോറിൻ്റെ ഗീതാഞ്ജലി നോക്കിയാൽ അറിയാം, ഇതേ ഭാഗം അതിൽ കാണാം. പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ കൈയിലി വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ ഞാൻ, പാടിയതില്ലല്ലോ. ശരിയായില്ല രാഗമൊന്നും
രാഗം ശരിയായില്ല, താളം പാട്ടിൻ വാക്കുകൾ തെറ്റിടുമല്ലോ, പരവശമാണെന്നാദം. ഞാൻ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ, ഞാൻ പാടിയതില്ലല്ലോ. പാടണമെന്നൊരു വെമ്പലിലിങ്ങനെ വാടുകയാണെൻ ജീവൻ. പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണതിവേഗം. ഞാൻ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ, ഞാൻ പാടിയതില്ലല്ലോ. കൈയിലെ വീണ മുറുക്കിയൊരുക്കി കാലം പോയല്ലോ, വെറുതെ കാലം പോയല്ലോ. ഞാൻ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ലല്ലോ, ഞാൻ പാടിയതില്ലല്ലോ. ഇങ്ങനെയാണ് പാട്ട്. അപ്പം അതിൽ പാടണമെന്നൊരു വെമ്പലിൽ ഇങ്ങനെ പാടുകയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഞാനൊരു പാട്ടുകാരനാവുന്നത് എൻ്റെ പാട്ട് പാടാനുള്ള കഴിവ് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ പാടണമെന്നൊരു വെമ്പലുണ്ടാവുന്നതുകൊണ്ടാണ്. അല്ല, ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെ ഉള്ളിൽ പാടണമെന്നൊരു മോഹം കരളിൽ കൂടുകയാണ് അതിവേഗം എന്ന് ടാഗോറാണ്, ഭാസ്കർ മാഷല്ല. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സിമ്പിളായി വരുന്നതിൻ്റെ ഭാഷാപരമായ ഇതൊക്കെ ചേർത്ത് വെക്കൽ, ഇങ്ങനെ കണക്റ്റഡ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇതിന് നമ്മൾ പോകുമ്പോൾ ഇപ്പം എന്താ മകരി എന്ന് പറയുമ്പോൾ ഇത് കല്യാണി രാഗമാണെന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ അന്വേഷണം അവിടെ അവസാനിപ്പിക്കും. അതാണിപ്പം മലയാളത്തിലൊരു വലിയ ട്രെൻഡ്, എന്താ എല്ലാത്തിനെയും രാഗം കണ്ടുപിടിക്കുക. അതല്ല, മറിച്ച് ഇത് ഏത് സംസ്കാരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏത് സംസ്കാരത്തിലേക്കാണ്? അപ്പോഴാണ് ടാഗോറിൻ്റെ ഈ വരികളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ രാഘവൻ മാഷ് ഈ മലയാളത്തിൻ്റെ വരികളെ ടാഗോറിൻ്റെ സംഗീതത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, അതായത് രബീന്ദ്ര സംഗീതത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു ശാഖയെ, അങ്ങനെയൊരു വലിയ സജീവമായ ഇന്ത്യൻ സംഗീതത്തിലെ വളരെ സജീവമായൊരു ശാഖയെ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഭാസ്കരൻ മാഷും രാഘവൻ മാഷും കൂടിയിട്ട്. അതായത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ്റെ, അതായത് ഹിന്ദി സിനിമ, അതാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് തന്നെ കാരണമായിട്ടുള്ള നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഇന്ത്യ ഏകീകൃതമായ ഇന്ത്യ ഇല്ലാത്ത കാലത്തും ഹിന്ദി പാട്ടുകളുണ്ട്. ഹിന്ദി പാട്ടുകളാണ് എല്ലാ ഇന്ത്യക്കാരനെയും ഇന്ത്യക്കാരനായി യോജിപ്പിച്ച് നിർത്തിയൊരു ഘടകമെന്ന് ജമാൽ കൊച്ചങ്ങടിയെ പോലുള്ള ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്. സത്യമാണത്. ലതാ മങ്കേഷ്കറേയും KL സൈഗാളിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും അതുപോലെ മന്നാടയുടെയും ഒക്കെ പാട്ടുകൾ, ഹേമന്ത് കുമാർ മുഖർജിയുടെയൊക്കെ പാട്ടുകൾ, അന്ന് ST ബർമൻ്റെ പാട്ടുകളൊക്കെ അന്ന് ഇന്ത്യയെ മുഴുവനും പാടിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ പാട്ട് അങ്ങോട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ ഒട്ടാകെ ഹിന്ദി പാട്ടുകൾ പാടിയപ്പോൾ ഇന്ത്യക്കൊരു ദേശീയത ഉണ്ടാക്കിയെടുക്കുന്നതിൽ തന്നെ, നേരത്തെ റഫീഖ് പറഞ്ഞതിൻ്റെ എഡീഷണലായിട്ട് പറയുകയാണ് ഞാൻ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയമായ ഒരു ഏകീകരണത്തിന് തന്നെ വാസ്തവത്തിൽ ഹിന്ദി പാട്ടുകൾ ഉപകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
സലിൽ ചൗധരിയെ പോലെ, SD ബർമനെ പോലെ, RD ബർമനെ പോലെ, ഹേമന്ത് കുമാർ മുഖർജിയെ പോലെയൊക്കെയുള്ള ആളുകൾ ഹിന്ദി സിനിമയിലേക്ക് വന്നതോടുകൂടിയാണ് ഇന്ത്യ സിനിമാ ഗാനങ്ങളുടെ നവോത്ഥാനം നടക്കുന്നതെന്ന് വേറൊരു നിരീക്ഷണമുണ്ട്. ഹിന്ദി സിനിമാ സംഗീതത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് RC ബോറൽ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ്. നിങ്ങൾക്കിതൊക്കെ ഇപ്പോൾ നെറ്റിൽ പോയാൽ കിട്ടും. RC ബോറൽ നടിച്ചാൽ കിട്ടും. ഈ RC ബോറലാണ് ഇന്ത്യൻ സിനിമ, അതായത് ഹിന്ദി സിനിമയുടെ സിനിമാ സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ആ പിതാവ് പോലും ബംഗാളിയാണ്. RC ബോറൽ എന്ന് പറയുന്ന ആൾ പോലും ബംഗാളിയാണ്. അപ്പോൾ ബംഗാളിൻ്റെ ഒരു സംഗീതധാര, ടാഗോർ ഉണ്ടാക്കിയ ഒരു സംഗീതധാര, ബംഗാളിൻ്റെ ബൗൾ സംഗീതം, ബംഗാളിലുണ്ടായ അതുപോലെ നമ്മളെ ഈ സുഫി സംഗീതം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഈ ധാരകളൊക്കെ അതിൻ്റെയൊക്കെ വൃത്തികെട്ട അനുകരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അതെല്ലാം നമ്മൾ പോകണം, ഒറിജിനലിലേക്ക് പോകണം. എന്താണ് ബൗൾ സംഗീതം എന്ന് പറയുന്നത്? ഇപ്പോൾ കുറേ ആൾ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്കൊന്നും അല്ല നമ്മൾ പോകേണ്ടത്. ഒറിജിനലായിട്ടുള്ള ആളുകളുണ്ട് അവിടെ. നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ബൗൾ നമ്മളെ അടുത്തേക്ക് വരും. അവർ ട്രെയിനിലിങ്ങനെ പാടും. ഒരു ഏക്താർ എന്നാണ് പറയുക. ഏകതാരയിൽ എന്ന് പറഞ്ഞിട്ട് ഈ ബാവുൽ ഗീതങ്ങൾ എന്ന് പറയുന്ന ONV കവിതയുണ്ട്. അതിൽ ഏകതാരയിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഏക്താർ എന്നാണ്, ഒരൊറ്റ കമ്പി മാത്രമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതിങ്ങനെ മീറ്റിയിൽ ഭയങ്കരമായ ഉച്ചസ്ഥായിലാണ് അവർ പാടുന്നത്. കാരണം ട്രെയിനിൻ്റെ ശബ്ദത്തിന് മേലെ പോണ ശബ്ദം. ഇതുപോലെ മൈക്ക് വെച്ചിട്ടല്ലല്ലോ പാടുന്നത്. മലയാളിക്ക് ഭയങ്കര മൈക്ക് സിസ്റ്റവും അതും ഇതൊക്കെ വെച്ചിട്ട് തന്നെ സ്ട്രീറ്റിലെ പാട്ടുകാർ പോലും പാടുന്നത്. അവിടെ അങ്ങനെയല്ല. അവർ അത്ര പാടുന്നത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഒരു പാട്ടിൻ്റെ അർത്ഥം അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു തന്നു, അദ്ദേഹം ഇപ്പോൾ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിക്ക് മുകളിൽ ഇത്രയധികം മണിമാളികൾ പണിയുന്നത്? നിങ്ങളെ കാലത്ത് ഈ ഭൂമിക്കടിയിൽ ഒരുപാട് മണിമാളികൾ കാത്തിരിപ്പുണ്ടെന്നാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇവിടുത്തെ പോലെ സിനിമാ പാട്ടല്ല പാടുന്നത്. ഇവിടെ മറ്റേ ഏതെങ്കിലും സിനിമയിലെ പാട്ടല്ലേ നമ്മൾ സ്ട്രീറ്റ് സിംഗേഴ്സ് എല്ലാം പാടുന്നത്. അവർ പാടുന്നത് വലിയ ഫിലോസഫിക്കലായിട്ടുള്ള വലിയ തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പാട്ടായിട്ട് പോലും അവരുടെ ജീവിതത്തിന് വേണ്ടി പാടുന്നത് പോലും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈയൊരു പങ്ക്, ഈയൊരു റോൾ നമ്മുടെ മലയാള സംഗീതത്തെ വികസിപ്പിച്ചെടുക്കുവാനുള്ളൊരു പങ്ക് ആദ്യ കാലഘട്ടത്തിൽ 1950കളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മാറ്റമാണ് യഥാർത്ഥത്തിൽ സിനിമയിലേക്കും വരുന്നത്. സിനിമയിലേക്ക് 1954 നീലക്കുയിലൂടെ വരുന്നത് ഈ മാറ്റമാണ്. അതിലും ഭാസ്കര മാഷ് തന്നെയാണ്. നീലക്കുയിലായാലും രാരിച്ചൻ എന്ന പൗരനായാലും നീലി സാലി ആയാലും അതുപോലെ നായര് പിടിച്ച പുലിവായലായാലും ഇതൊക്കെ ഭാസ്കര മാഷാണ്. രാഘവ മാഷും ഭാസ്കര മാഷും കൂടി ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അതിൽ പലരും രംഗത്ത് വരുന്നു. KP ഉദയഭാനുവിനെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നു. ഗായത്രി ശ്രീകൃഷ്ണൻ വരുന്നു. ശാന്ത P നായർ വരുന്നു. മെഹബൂബ് വരുന്നു. ഇങ്ങനെ ഒരു വലിയ നിര ആളുകൾ തന്നെ ഈ പാട്ടിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ കൊണ്ടോ ചെറിയൊരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ല P ഭാസ്കരൻ. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ, അതിൻ്റെ ഒരു മുഖപുര മാത്രമാണ് ഞാൻ യഥാർത്ഥത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലളിത ഗാനത്തിൻ്റെ ഒരു പിന്നെ എന്താ, ഭാസ്കര മാസ്റ്റർ കൊടുങ്ങല്ലൂരുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം നയിച്ചതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചതും അദ്ദേഹം കോഴിക്കോടാണ്. അപ്പോൾ ഈ വടക്കൻ കേരളത്തിനെ പറ്റി നല്ല ധാരണയുണ്ട്. വടക്കൻ കേരളത്തിലെ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മാപ്പിള പാടുന്ന പാട്ടായിട്ടും അല്ലെങ്കിൽ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പാട്ടായിട്ടും അല്ല പരിഗണിക്കേണ്ടത്. അതിലൊരു സംഗീതാംശമുണ്ട്. ആ സംഗീതാംശം എങ്ങനെ മലയാള ഗാനത്തിൻ്റെ മുഖ്യധാരാ സംഗീതത്തെ വളർത്തിയെടുക്കാൻ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാപ്പിളപ്പാട്ട് എന്ന് പറയാത്ത, മാപ്പിളപ്പാട്ട് എന്ന് വിശേഷിപ്പിക്കാത്ത പാട്ടുകളിൽ എങ്ങനെ മാപ്പിളപ്പാട്ടുകളുടെ അംശം കലർന്നിരിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ സംഗീത വിദ്യാർത്ഥികൾ പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി. അതിൽ പദഘടകനെ ഭാസ്കരൻ മാഷ്, നേരത്തെ റഫീഖ് അത് പറഞ്ഞു, ഒരു ഹിന്ദുവായ ഭാസ്കരൻ മാഷ്, ഒരു മുസ്ലിമായ യൂസഫ് അലി കച്ചേരി, മറ്റൊരു വയലാർ എന്ന് പറയുന്ന ഒരാൾ ക്രിസ്ത്യൻ ഭക്തിഗാനം എഴുതി, ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് അത് സാധിച്ചതെന്ന് ഞാൻ പറയാം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതിലുണ്ട്, ആ പാട്ടുമുണ്ട്, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വിളകിലുക്കിയ സുന്ദരി
പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ, നീലക്കുയിലെ ഒരു വലയും തുന്നിക്കൊണ്ടൊരു കാക്ക അങ്ങനെ പാടുന്നതാണ്. കുറച്ച് ഒരു കുസൃതിയും കുറച്ചൊരു ശൃംഗാരവും ഒക്കെ കലർന്നതാണ്. അതിന് അവസാനം പറയേണ്ടത്, ഇപ്പോൾ അതിപ്പോൾ നമുക്ക് പലർക്കും അനുഭവമുള്ളാകും. എന്താ വെച്ചാൽ, വേറെയാണ് നിൻ്റെ മനസ്സിൽ വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാനതിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം. കയ്യിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? നിങ്ങളിവിടെ എന്താ പറയുന്നില്ല, ഞങ്ങളുടെ നാട്ടിൽ ഈ ചിരട്ട കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന, എന്നിട്ട് തിരുവനന്തപുരത്തുകാരൊക്കെ തവി എന്ന് പറയും, അതിനാണ് അല്ലേ? അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പണിയില്ലാത്തതിനെ പറ്റി പറയാം, ഓൻ കയ്യിലും കുത്തി നടക്കുക എന്നാ പറയാം. അപ്പോൾ ഭാസ്കര മാസ്റ്റർ അത് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ, അത് ആ ഒരു പ്രയോഗം അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. വെറുതെ ഞാനതിന് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണം, നിൻ്റെ മനസ്സിൽ വേറെ ആണുള്ളെങ്കിൽ ഒന്ന് പറയും. എല്ലാ കാമുകന്മാരുടെയും പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന എല്ലാ ആൺകുട്ടികളും മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ പെൺകുട്ടികൾ വേഗം പറഞ്ഞു കൊടുക്കും, എന്നാൽ പിന്നെ വെറുതെ ഞാനിതിനാണ് എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടിലെങ്കിലും നോക്കിക്കോളൂ, മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിലെ പ്രാസദീക്ഷയാണ്, പ്രാസപ്രയോഗങ്ങളാണ്. അതിൽ അവർ പറയുന്നത്, നിങ്ങൾ ദ്വിതീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം എന്നൊന്നുമല്ല പറയുന്നത്. അവർ പറയുന്നത് കമ്പി കഴുത്ത്, വാൽക്കമ്പി, വാലിന്മേൽ കമ്പി എന്നൊക്കെയാണ് അവർ പറയുക. അതിന് ഭാസ്കര മാഷ് എഴുതുന്ന നോക്കിക്കോളൂ, പ്രാസം വരുന്ന നോക്കിക്കോളൂ. അതിലൊരു വരിയാണ്, വമ്പെഴും നിൻ്റെ പുരികക്കൊടിയുടെ അമ്പു കൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. അതിൽ ഏതക്ഷരമാണ്? മ്പ എന്നുള്ള അക്ഷരം എടുത്തോളൂ. വമ്പെഴും നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോയി. ഇനി റാ എന്നുള്ള അക്ഷരം എന്താണ്? ട എന്നുള്ള അക്ഷരം എടുത്തോ. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലി എന്നെ സങ്കടം പുഴ നടുവിലാക്കരുതി കളി. പിന്നെ റാ എന്നുള്ള അക്ഷരം നോക്കിയോ. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിനായി. പാട്ട് കേട്ട് പോകുന്നൊരു ഇതാലോചിച്ചിട്ടുണ്ടോ? ഈ പാട്ട് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല, ഏറ്റവും പുതിയ തലമുറയിൽ കുട്ടികളെ കാട്ടിലുണ്ടാവും. അപ്പോൾ ഓരോ വാക്കിനും മ്പ എന്നുള്ള അക്ഷരം. വമ്പെഴും നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെയുണ്ടൻ നെഞ്ചിനായി. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി. പണ്ട് ഒരാളെ പോലീസ് പിടിച്ചിട്ട് ഈ എന്താണ് റെസ്ട്രിക്ഷനുള്ള കാലത്ത്, മദ്യപാനത്തിന് നിരോധനമുള്ള കാലത്ത് ഒരാളെ പിടിച്ചിട്ട് കോടതിയിൽ ഹാജരായപ്പോൾ അയാൾക്ക് ഈ 100 രൂപ പിഴയും 1 മാസത്തെ തടവും വിധിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത്രേ, സാധാരണ മനുഷ്യനാണ്, അപ്പോൾ അയാൾ പറഞ്ഞത്രേ, അയാൾ ഈ പിഴ എന്ന് പറയുന്നത് അയാൾക്ക് അറിയില്ല, അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളതാണെന്ന് അറിയില്ല, അയാൾ വിചാരിച്ച് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത്രേ, പിഴ ഞാൻ വാങ്ങിക്കോളാം, പക്ഷേ തടവ് എനിക്ക് പറ്റില്ല, തടവുമ്പോൾ എനിക്ക് ഇക്കിളിയാവുന്നു. അപ്പോൾ അതുപോലെ തടവിനെ പറ്റിയൊരു കഥയുണ്ട്. അപ്പം ഇങ്ങനെ ഭാഷാപരമായി നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ ഭാസ്കര മാഷ പാട്ടിലുണ്ട്.
നമ്മൾ ഒരുപാട് വലിയ കവികളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പാട്ടുകളിൽ ഇങ്ങനെ ഒരു സാഹിത്യത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാൻ, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ വൈവിധ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മാപ്പിളപ്പാട്ടിലെ ഒരു ശൃംഗാരമാണ് ഈ പറഞ്ഞത് ഞാൻ. അത് വേറൊരു തലത്തിലേക്ക് വരുമ്പോൾ ഒരു ക്ലാസിക്കൽ സ്വഭാവത്തിലുള്ള ഒരു ശൃംഗാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. അത് സാധാരണ മനുഷ്യൻ്റെ ഒരു സാധാരണ പെൺകുട്ടിയുടെ ഒരു പാട്ട് വരുമ്പോൾ അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, ഏത് കവിത പാടണം ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തരരാൻ. അവസാനം പറയുന്നത് കഥകളി മുദ്ര കാട്ടി ഞാൻ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയാം. പിന്നെ എങ്ങനെ ഞാൻ നാവെടുത്തു പേരു വിളിക്കും, എൻ പ്രാണനായകനെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്തു പേരു ഇന്നിപ്പോൾ പേരാണ് വിളിക്കുന്നത്, ഏട്ടാന്ന് പോലും അല്ല വിളിക്കുന്നത്, എല്ലാവരും പേരാണ് വിളിക്കുന്നത്, എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പഴയ പെൺകുട്ടി പറയുന്നത്, മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കെ ഞാൻ എന്ത് വിളിക്കും. അപ്പോൾ ആ പെൺകുട്ടിനെ നമുക്ക് സങ്കല്പിക്കാം. അവിടെ ആ സിനിമയിൽ ആ ഒരു പെൺകുട്ടിയുടെ രൂപം പോലും നമുക്ക് സങ്കല്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു ശാരദയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ സംസ്കാരപരമായ, അതിൻ്റെ രാഷ്ട്രീയമായ, അതിൻ്റെ സാമൂഹ്യപരമായ, അതിൻ്റെ സാമുദായികമായ, അതിൻ്റെ സംസ്കാരത്തിലെ വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളിലൂടെ ഭാസ്കരൻ മാസ്റ്റർ പാട്ട് സഞ്ചരിക്കുന്നുണ്ട്. നേരത്തെ റഫീഖ് ഇവിടെ പറഞ്ഞില്ലേ, വെൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീ എന്നുള്ള പാട്ടിലെ ഒരുപാട് പദങ്ങൾ അദ്ദേഹം അതിൻ്റെ വേറൊരു ആംഗിളിലാണ് പറഞ്ഞത്. പക്ഷേ ഭാസ്കരൻ മാസ്റ്റർ ആണെങ്കിൽ ചുക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് എഴുതൂല. കാരണം വെൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീ എന്ന് അതിലൊരു സാധാരണ ഈ ഒരു എന്താ പറയുക, കോട്ടയം ഭാഗത്തുള്ള ഒരു ക്രിസ്ത്യൻ ഇതിൽ വരുന്ന ഒരാൾ, എനിക്ക് തോന്നുന്നു അതിലൊരു കച്ചവടക്കാരൻ, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു പാട്ട് പാടില്ല. ഭാസ്കരൻ മാസ്റ്റർ പാടുമ്പോൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതൂല. കാരണം ഈ സംസ്കൃത പദങ്ങളൊന്നും അതിലേക്ക് കയറി വരില്ല. അപ്പോൾ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ എന്നൊന്നും പി ഭാസ്കരൻ എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാത്തതുകൊണ്ടല്ല, അത് എഴുതൂല അവിടെ. ഇപ്പോൾ അറബിക്കടലേ ചോദിച്ചോട്ടെ, എൻ അറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു എന്ന് ഭാസ്കരൻ മാസ്റ്റർ പാട്ടുണ്ട്. എന്നാൽ അറബിക്കടലേ ചോദിച്ചോട്ടെ, എൻ അറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു. സുറുമ എഴുതിയ കണ്ണുകൾ ഇപ്പോൾ സുന്ദര സ്വപ്നം കാണുന്നു. മരിച്ചുപോയി എന്ന് നമുക്ക് മനസ്സിലായി, ആ പെൺകുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞു. സുറുമയെഴുതിയൊരു കണ്ണുകളിപ്പോൾ സുന്ദര സ്വപ്നം കാണുന്നു. കരളിലെ മോഹ കളിയോടങ്ങൾ കണ്ണീർ ചുഴിയിൽ താഴുന്നു. അറബിക്കടലേ ചോദിച്ചോട്ടെ, എന്നറബിക്കഥയിലെ രാജകുമാരി സുഖമായി വാഴുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം, ഈ മ്യൂസിക്കിൻ്റെ അടിസ്ഥാനം മുഴുവനും രാഗങ്ങളല്ല, ഈ ബംഗാൾ മ്യൂസിക്കാണ് ഇതിൻ്റെ അടിസ്ഥാനം. ആറ്റിനക്കരെ എത്ര സിമ്പിളായിട്ടാണ് ഭാസ്കരൻ മാസ്റ്റർ എന്നൊക്കെ. ഉമ്മാച്ചുവിൻ്റെ കഥ എന്താണ്? ഉറൂബിൻ്റെ ഉമ്മാച്ചുവിൻ്റെ കഥ എന്താണ്? ഉമ്മാച്ചുവെ മായൻ ഇഷ്ടപ്പെടുന്നു, പ്രേമിക്കുന്നു എന്നും ഉമ്മാച്ചുവിൻ്റെ കഥയ്ക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും, പക്ഷേ പ്രേമിക്കുന്നു എന്നുള്ളൊരു വാക്കൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഉമ്മാച്ചു തമ്മിൽ ഇഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിക്കുന്നത് ബീരാനാണ്. ബീരാൻ മുതലാളിയുടെ മോനാണ്, മറ്റേ സാധാരണ പാവപ്പെട്ട ഒരു തൊഴിലാളിയാണ്. അപ്പോൾ എന്താ മായൻ പാടുന്ന എങ്ങനെയാണ്? കൽപ്പക
കൽപ്പകത്തോപ്പന്യനൊരുവനു പതിച്ചു നൽകി നിന്റെ കൽബിലാറടി മണ്ണിലെൻ്റെ ഖബറടക്കി, എൻ്റെ ഖബറടക്കി. മരിച്ചെന്നു നിനച്ചു നീ മണ്ണു കോരിയെറിഞ്ഞിട്ടും സ്മരണ പൊൻകിളിയിന്നും ചിലയ്ക്കുന്നില്ലേ, നെഞ്ചിൽ ചിലയ്ക്കുന്നല്ലോ. അത് ഉറൂബിൻ്റെ എത്രയോ പേജുകൾ എഴുതിയ കഥ ഒരൊറ്റ 4 വരിയിലായി. കൽപ്പകത്തോപ്പ് അന്യനൊരുവന് പതിച്ചു നൽകി, ഉമ്മാച്ചുവിനെ ബീരാനാണ് കല്യാണം കഴിച്ചത്. നിൻ്റെ കൽബിൽ 6 അടി മണ്ണിൽ എൻ്റെ ഖബറടക്കി. മരിച്ചെന്നു നനച്ചു നീ മണ്ണുകോരി എറിഞ്ഞിട്ടും സ്മരണ പൊൻകിളിയെന്നും ചിലയ്ക്കുന്നല്ലോ എന്നാ. ഇപ്പോൾ ഭാസ്കര മാസ്റ്ററുടെ ഈ രചനയുടെ ഒരു സാധനം നോക്കിയപ്പോൾ, സ്മരിക്കാൻ പഠിപ്പിച്ച മനസ്സേ നീ എന്നെ മറക്കാൻ പഠിപ്പിക്കുമോ, സർവവും മറക്കാൻ പഠിപ്പിക്കുമോ. അപ്പം സ്മരിക്കുക, മറക്കുക. അപ്പം ഇനി ഈ സാധനം ഇങ്ങനെ വരുന്ന നോക്കിയോ, ഭംഗി വരുന്നത്. സ്മരിക്കാൻ പഠിപ്പിച്ച മനസ്സേ നീ എന്നെ മറക്കാൻ പഠിപ്പിക്കുമോ, സർവവും മറക്കാൻ പഠിപ്പിക്കുമോ. സ്മരിക്കാൻ പഠിപ്പിച്ച മനസ്സേ. അപ്പം പദങ്ങളുടെ ലാളിത്യം മാത്രമല്ല, അത് ചേർന്ന് നിൽക്കുമ്പോഴുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു പദവും മറ്റൊരു പദവും ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആ ഇണക്കമുണ്ടല്ലോ, അതുകൂടിയാണ് ലളിത സംഗീത നിർമ്മിതിക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിക്കാം, എനിക്ക് വടകര എത്തേണ്ടതാണ്. പിന്നെ അപ്പോൾ എന്താ കാര്യം, ഈ പദാവലി, ഈ പദം തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞങ്ങളിപ്പോൾ ഒരു ബോധിവൃക്ഷദളങ്ങൾ കരിഞ്ഞു എന്നിട്ട് ONVയുടെ ഒരു പാട്ടുണ്ട്. നേരത്തെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, പൊന്നരളി പൂർണ്ണ മുടിയിൽ ചുടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ പാടിയ ഒരു പാട്ടാണ്, MB ശ്രീനിവാസൻ്റെ അതിൻ്റെ മ്യൂസിക്. ആ പാട്ടിൻ്റെ അതേ സിനിമയിൽ തന്നെ പിന്നെ ബോധിവൃക്ഷദളങ്ങൾ കരിഞ്ഞു, ബോധനിലാവ് മറഞ്ഞു, ശിശിരം സിരകളിലുറഞ്ഞു, പാഴ്ത്തരി ശിഖരങ്ങൾ നഗ്നമായി നിന്നുലഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ബോധിവൃക്ഷദളങ്ങൾ കരിഞ്ഞു, ബോധനിലാവ് മറഞ്ഞു, ശിശിരം സിരകളിലുറഞ്ഞു, ശിശിരം സിരകളിലുറഞ്ഞു, പാഴ്ത്തരു ശിഖരങ്ങൾ നഗ്നമായി നിന്നുലഞ്ഞു, ശിഖരങ്ങൾ നഗ്നമായി നിന്നുലഞ്ഞു. MBS ആണ് മ്യൂസിക്. അതിൽ മനുഷ്യൻ ആ പദമെത്ര മനോഹരം, അതിൽ തുടിക്കും പൊരുളെവിടെ, മനസ്സിൽ വാഴും കിരാതനെയ്തൊരു മാൻ കിടാവുകളെവിടെ. ഇത് യേശുദാസാണ് പാടിയത്. ഞാനുണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ, ഞാനുണ്ട്. കാരണം എൻ്റെ പാട്ട് അതിന് മുമ്പേ എടുത്താണ്. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ONV സാറും ഉണ്ട്. ഈ പാട്ട് എഴുതിയ ONV സാറും MBSൻ്റെ സംഗീത സംവിധായകനായതുകൊണ്ട് അദ്ദേഹവും അവിടെ വന്നിട്ടുണ്ട്. യേശുദാസ് അദ്ദേഹത്തിൻ്റെ വോയിസ് റൂമിൽ നിന്ന് സാറിനോട് പറഞ്ഞു, സാർ ഈ മനസ്സിൽ വാഴും നിഷാദൻ എന്ന് എന്നുള്ള അക്ഷരം അവിടെ വരുമ്പോൾ പാടാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ യേശുദാസ് എല്ലാം പാടുന്ന ഒരാളായിട്ടാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഉള്ള പ്രയാസത്തിനെക്കുറിച്ച് അത് ശരിയാണത്, ഇത് പാട്ടാണ്.
അപ്പോൾ സാറിനത് മനസ്സിലാവും. ONV സാറിന് എത്രയോ മലയാളത്തിലെ നാടകഗാനങ്ങളൊക്കെ ആദ്യം മുതൽ എഴുതിയിട്ടുള്ള ആളല്ലേ, അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഈ ഇതേപോലെ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അപ്പുറത്ത് യേശുദാസ് പറയുന്നു, പെട്ടെന്ന് ONV സാർ അങ്ങോട്ട് പറയുന്നു, മിസ്റ്റർ ദാസ് അത് കിരാതൻ എന്നാക്കിക്കൊള്ളൂ. അപ്പോൾ ശരിയാവില്ലേ എന്ന് ചോദിച്ചു. നിഷാദൻ എന്ന് പറയുന്നത് കിരാതൻ എന്നാക്കി മാറ്റി. അർത്ഥമല്ല, ചെറുപുരക്ഷ നിഷാദൻ എന്നുള്ള വാക്കായിരിക്കും അതിന് പൊയറ്റിക്കലായിട്ട് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അവിടെ പാടാനുള്ള മനസ്സിൽ വാഴും നിഷാ, നാ വരുന്നു, ഷാ വരുന്നു, ഇതൊക്കെ പാട്ടെഴുത്തുകാരൻ പരിഗണിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു ഫ്ലുവൻസി, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്നിഗ്ധത. നമ്മളൊരു പാട്ടിൻ്റെ ഒരു വളരെ സ്നിഗ്ധമായി ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് മെല്ലെ മെല്ലെ കയറി വരുന്നതിൻ്റെ ഒരു കാരണം ഈ പദങ്ങളുടെ ചേർച്ച കൂടിയാണ്. അത് സംഗീതമായി നിൽക്കുമ്പോൾ അത് ചേർന്ന കാര്യം കൂടിയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, കാരണം ഇത് ഒരുപാട് ദീർഘമായ ഒരു വിഷയമാണ്. ഇപ്പം ചില വികാരങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചില വികാരങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കാത്തിരിക്കുക എന്നുള്ളൊരു വികാരം. ഒരു പെണ്ണ് ആണിനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഏത് പെണ്ണ് ഏത് ആണിനെ എന്നുള്ളത് വലിയ പ്രധാനമാണ് സിനിമയിൽ, അല്ലേ? സിനിമയിൽ ഏത് പെണ്ണിനും കാത്തിരിക്കുക എന്ന് പറയുന്നത്, സന്തോഷിക്കുക എന്ന് പറയുന്നത്, ദുഃഖിക്കുക എന്ന് പറയുന്നത് ഒരേ വികാരമാണെങ്കിൽ പോലും ഇതിന് വ്യത്യസ്തമായ സാംസ്കാരിക തലങ്ങളുണ്ട്, സാംസ്കാരിക ഭൂമികകളുണ്ട്. അതിന് സംഗീത സംവിധായകനും അവിടെയാണ് നേരത്തെ എനിക്ക് റഫീഖ് പറഞ്ഞതിനോടുള്ള വിയോജിപ്പതാണ്. പാട്ടുകാരൻ്റെ റോൾ ഇതിനകത്ത് മൂന്നാമത്തതാണ്. കാരണം ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരു പാട്ടുകാരൻ്റെ ക്രിയേറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെയാണ്. പാട്ടുകാരൻ അതിന് അവൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ നല്ലൊരു കവിത കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കൈയക്ഷരത്തിൽ പകർത്തി എഴുതുന്നത് പോലെയാണ് നല്ലൊരു പാട്ടുകാരൻ്റെ റോൾ. കുറച്ചുകൂടി വിസിബിളായി അതിനെ വായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ റോൾ. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ രണ്ട് പ്രക്രിയകളാണ്. ഏതൊക്കെ ചെയ്യും, നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാട്ടിൻ്റെ ഒരു വരി എഴുതിയപ്പോൾ അതിനെ കാവ്യാത്മകമായിട്ട് റഫീഖ് എഴുതിയതാണ് നല്ലത്. പക്ഷേ മറ്റയാൾ പറഞ്ഞപ്പോൾ അത് വീടിക്കുറ്റി വലിച്ചു എന്ന് പറഞ്ഞ് എഴുതിയില്ലേ, ആ എഴുതിയത് അത് വേറൊരു തലത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ സംവേദനം നടക്കുന്നത്. അപ്പോൾ ആ മാറ്റങ്ങൾ കൂടിയാണ് ഒരു പാട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു ചിത്രത്തെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഭാസ്കരൻ മാഷ് കണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വടക്കൻ പാട്ടിൻ്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് എങ്ങനെയാണ് കാത്തിരിക്കുന്നത്, ഒരു മുസ്ലിം പെണ്ണ് കുഞ്ഞാലിമരക്കാരുടെ കാലത്ത് എങ്ങനെയാണ് കാത്തിരിക്കുന്നത്, ഒരു പഠിച്ച ഒരു പെണ്ണ് ഭാർഗവി നിലയത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കാത്തിരിക്കുന്നത്. ഇത് മൂന്നും ഭാസ്കര മാഷ് തന്നെയാണ് എഴുതുന്നത്, മൂന്നും ബാബുരാജ് തന്നെയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. ഒരു കാത്തിരിപ്പ് എങ്ങനെയാണ്, അഞ്ഞനക്കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു, മുടിമേലേക്ക് വെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. ചിത്രങ്ങളല്ല, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തി വെച്ചു. പാട്ടിൻ്റെ മേലൊരു ക്യാമറ വെച്ച പോലെയുണ്ട്, അല്ലേ? അത്രയും കൃത്യമായ ചിത്രങ്ങളാണ്. തൂശനീല അതിൽ വരുന്നു എന്നുള്ള കാലൊച്ച കേട്ടപ്പോൾ അല്ല കല്യാണ മണിദീപം കൊളുത്തി വെച്ചു. എന്നാ ഇനി വരുന്നതാ, തൂശനീല മുറിച്ചു വെച്ചു തുമ്പ പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തിവെച്ചു, പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ.
ഇത് തച്ചോളിയോധനിലെ പാട്ടാണ്. 1963 മറ്റോ 64 മറ്റോ ആണ് തച്ചോളിയോധൻ ഉണ്ടാകുന്നത്. മലയാളത്തിൽ ആദ്യത്തെ വടക്കംപാട്ട് സിനിമ എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയാണ്. അതും ഭാസ്കര മാഷ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഭാസ്കര മാഷും രാഘവ മാഷുമാണ്. അത് തച്ചോളിയോധനിൽ ഭാസ്കര മാഷും ബാബുരാജുമാണ്. വടക്കംപാട്ടിൻ്റെ ഒരു കാലത്തെ പെണ്ണിനെ വർണ്ണിക്കുമ്പോൾ അല്ലെ അവളുടെ വികാരം പറയുമ്പോൾ ഭാസ്കര മാഷ് ഉപയോഗിക്കുന്ന പദങ്ങൾ നോക്കിക്കൊള്ളൂ. അഞ്ഞന കണ്ണെഴുതി, ആലിലത്താലി ചാർത്തി, അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു, മണവാളനെത്തുന്നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു, മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു, മുക്കുറ്റിച്ചാന്തും തൊട്ട് കാത്തിരുന്നു, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണിദീപം കൊളുത്തിവെച്ചു, തൂശനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറ് വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു, പുല്ലുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാർ. അപ്പോൾ ഈ കള്ളൻ എന്നുള്ള പ്രയോഗം അവിടെ ഇവളുടെ മനസ്സിനെ കട്ട ആളെന്നുള്ള ആൾക്കാണല്ലോ. അത് വളരെ ഒരു ശൃംഗാരപരമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രണയത്തോടു കൂടി പറയുന്നൊരു വാക്കാണ് കള്ളൻ എന്ന് പറയുന്നത്. ഇനി ഇതേ കാത്തിരിക്കുന്ന ഒരു ചിത്രം നോക്കിക്കോളൂ. ആ പാട്ട് മുഴുവൻ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. മുറ്റത്ത് പൂക്കണ മുല്ലത്തോടിയിലെ മുട്ടിച്ചേരിപ്പിൻ്റെ ചെത്തം കേട്ടപ്പോൾ ഞെട്ടിപ്പിടഞ്ഞതെന്തേ കൽബിലെ കുട്ടിപ്പനങ്കിളിയേ. മുറ്റത്ത് പൂക്കണ മുല്ലത്തൊടിയിൽ മുട്ടിച്ചെരിപ്പിൻ്റെ മറ്റേതെന്താണ് അതിന് മുമ്പേ പറയുന്നില്ലേ ഇയാൾ വരുന്നത് കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം എന്നാണ് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്? മുറ്റത്ത് പൂക്കണ മുല്ലത്തൊടിയിൽ മുട്ടിച്ചേരിപ്പിൻ്റെ ചെത്തം കേട്ടപ്പോൾ, ചെത്തം എന്ന് പറഞ്ഞാൽ ശബ്ദം, ഞെട്ടിപ്പിടഞ്ഞതെന്തേ കൽബിലെ കുട്ടിപ്പനങ്കിളിയേ. പിന്നെ ഇതേപോലെ തന്നെ പാലട വെച്ച് വിടുന്നിങ്ങനെ പാട്ട് പോകുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി ഇതും കഴിഞ്ഞ് ഞാൻ വൈക്കം ബഷീറിൻ്റെ ഭാർഗവി നിലയത്തിലെ ഭാർഗവിക്കുട്ടി, അവിടെ ശശികുമാർ എന്ന് പറയുന്ന കഥാപാത്രം പോയി, എവിടെ പോയി എന്നറിയില്ല, മരിച്ചു എന്ന കാര്യവും അറിയില്ല. അയാളെ MN എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഞാൻ പുതിയ ഭാർഗവി നിലയം നിങ്ങൾ കണ്ടാൽ അതിലെന്താ മാറ്റം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പഴയ ഭാർഗവി നിലയം തന്നെ കാണണം. വിൻസെൻ്റ് സംവിധാനം ചെയ്ത, പ്രേം നസീറും മധുവും വിജയ നിർമ്മലയും ഒക്കെ അഭിനയിച്ച, അത് അവർ പാടിയ പാട്ടുമൊക്കെ കേൾക്കണം. ഇപ്പോഴത്തെ ആളുകൾ പാടിയത് കേട്ടിട്ട് നമ്മൾ വഷളാവാൻ പോകേണ്ടില്ല. അത് തന്നെ കേട്ടാൽ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമല്ലെങ്കിൽ നമുക്ക് കാണാം വിചാരിക്കാം. അതുപോലെ ഏത് സിനിമയും ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള റീമേക്ക് ഇതായിട്ട് വന്നിട്ടുള്ള എല്ലാ സിനിമകളും നമ്മൾ ഓളം തീരുവെങ്കിൽ പഴയ സിനിമയ്ക്ക് അത് പുനഃസൃഷ്ടിക്കാനാവില്ല എന്ന് അന്ധവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് PN മേനോൻ ഉണ്ടാക്കിയതിൽ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും പരിമിതമായ സാങ്കേതിക സൗകര്യത്തിലാണ് അന്നത് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ബ്യൂട്ടിഫുള്ളായി ചെയ്തിരിക്കുന്നു. ഇരിക്കട്ടെ, ഈ പാട്ട് എങ്ങനെയാണ്, ഈ കാത്തിരിപ്പ് എങ്ങനെയാണ്? വാസന്ത ഈ രണ്ട് പെൺകുട്ടികളെക്കാൾ ഒരു വ്യത്യാസമുണ്ട് ഭാർഗവി കുട്ടി. എന്താണ്? ഡിഗ്രി വരെ പഠിച്ചോളാണ്, സാഹിത്യത്തിലും പിന്നെ കലയിലും പ്രസംഗത്തിലും നൃത്തത്തിലുമൊക്കെ നിപുണയാണ്. ഇങ്ങനെയുള്ളൊരു കഥാപാത്രം പാടാൻ നോക്കിക്കോളൂ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ, വാസന്ത പഞ്ചമി നാളിൽ. മറ്റേ കഥാപാത്രത്തിന് കൊണ്ടൊന്നും കിളിവാതിലിൽ മിഴിയും നട്ടു എന്നൊന്നും ഭാസ്കര മാഷ് എഴുതിയിട്ടില്ല. പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല എന്നേ പറഞ്ഞുള്ളൂ അല്ലേ? ഇനി വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു, വന്നില്ലൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. മറ്റൊരിടത്തിൽ കരഞ്ഞു, പുള്ളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? വരേണ്ടയാൾ മാത്രം വന്നില്ല. വസന്തവും വന്നു, പഞ്ചമിയും വന്നു, വരേണ്ടയാൾ മാത്രം വന്നില്ല എന്ന് പറയണം. പിന്നെ പറയുന്നു, ഓരോരോ കാലടി ശബ്ദം
ചാരത്തെ വഴിയിൽ കേൾക്കേ തോരുമെൻ കണ്ണീരൊപ്പി ഓടിച്ചെല്ലും ഞാൻ വാസന്ത പഞ്ചമി നാളിൽ. വന്നവൻ മുട്ടി വിളിക്കേ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ് ഈ കാണിക്കുന്നല്ലോ. വന്നവൻ മുട്ടി വിളിക്കേ വാതിൽ പൊളി തുറക്കുവാനായി വളയൊച്ചകൾ കേൾപ്പിക്കാതെ ഒരുങ്ങി നിന്നു ഞാൻ. ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല, ആരുമാരും വന്നതില്ല, ആരുമാരും അറിഞ്ഞതില്ല. ആത്മാവിൽ സ്വപ്നവുമായി കാത്തിരുന്നു ഞാൻ. മറ്റേ 2 പെൺകുട്ടികളെ കൊണ്ട് ആത്മാവിൽ സ്വപ്നവുമായി എന്നൊക്കെ പറയിച്ചിട്ടുണ്ടോ ഭാസ്കര മാഷ്? അവിടെ ഔചിത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കലയിൽ, ഇല്ലേ മാഷേ? ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് ഇതൊക്കെ. ഞാനിതൊക്കെ പോയി മണ്ടത്തരം പറയാൻ അവർ പറയണം. അപ്പോൾ ഞാൻ ഒരു അധ്യാപകനൊന്നും ആയിരുന്ന ആളല്ല കേട്ടോ. ഞാൻ വാട്ടർ അതോറിറ്റിയിലെ ഒരു ക്ലറിക്കൽ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഞാൻ അതിൻ്റെ പുറമേ ഇങ്ങനെ എൻ്റെ ഒരു ഇങ്ങനെയുള്ള സൗഹൃദം കൊണ്ടും ബന്ധം കൊണ്ടും വായന കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ വെറും ഒരു സാധാരണ ഗുമസ്തൻ എന്ന് വേണേൽ പറയാം ആയിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ ചിത്രങ്ങൾ എങ്ങനെ വൈവിധ്യമങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിശദമായി പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സൂചനകൾ നൽകി ഈ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അത് ഞാനിപ്പോൾ ഈ ഒരു വിഷയം മാത്രമായതുകൊണ്ട് സംഗീതവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ കുറച്ചും കൂടി വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റും. രാഗങ്ങളെ കേന്ദ്രീകരിച്ച് പറയാൻ പറ്റും. രാഗങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്ത സംസ്കാരത്തിലേക്ക് കടക്കുന്നത്, രാഗം എന്ന് പറയുന്ന ഒരു രാഗം തന്നെ എങ്ങനെയാണ് മറ്റ് സംസ്കാരങ്ങളിലേക്ക് കടക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു രാഗം എന്ന് പറഞ്ഞാൽ ഒരു രാഗമല്ല, ആ രാഗത്തിന് ചില ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സംഗീതശാസ്ത്രത്തിൽ. പക്ഷെ അതല്ലാതെ അതിനെ ഒരു ക്രിയേറ്റീവായിട്ട് മാറ്റുമ്പോൾ നമ്മൾ അപ്ലൈഡ് മ്യൂസിക് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അപ്ലൈഡ് പോയട്രി എന്ന് പറയുന്നത് പോലെ നമ്മൾ അതിനെ മാറ്റിയെടുക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രയോഗമായിട്ട് വരുമ്പോൾ അത് മനുഷ്യനുമായി ചേർന്ന് വരുമ്പോൾ ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ അഡ്രസ്സ് ചെയ്തത് മുഴുവൻ ഭക്തിയാണ്, ദൈവത്തെയാണ്, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനെയാണ്. പക്ഷേ സിനിമ പാട്ട് അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യനെയാണ്. അപ്പോൾ ഈ മനുഷ്യനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ നേരത്തെ റഫീഖ് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് മറ്റേത് ദൈവം മാത്രമേ മുമ്പിലുള്ളൂ, മനുഷ്യനില്ല. ത്യാഗരാജ സ്വാമികൾ എന്താ ചെയ്യുന്നത്? ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയിരിക്കുമ്പോൾ ഒരു ഉൾവിളി പോലെ വരുന്നു, അദ്ദേഹം പാടുന്നു. അത് ശിഷ്യന്മാരത് ഇതാക്കി നൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നീട് ഒരുപാട് കാലത്തെ നമ്മളിപ്പോൾ കേൾക്കുന്ന കൃതികളെന്നൊക്കെ പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. ഇപ്പം പറയുമ്പം നമ്മൾ അതെല്ലാം 17-ാം നൂറ്റാണ്ടിൽ അതേപോലെയൊന്നും അല്ല ഇപ്പോൾ പാടുന്നൊന്നും. അത് ബാലമുരളീകൃഷ്ണനെ പോലുള്ള ആളുകൾ പറയും, നിങ്ങളോട് ആരാ പറഞ്ഞ സംഗീതജ്ഞാനമൂ എന്ന കൃതി അങ്ങനെയാണ് പാടേണ്ടത്, നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും അദ്ദേഹം. ഞാൻ അദ്ദേഹം വേറെ രീതിയിൽ പാടി കേൾപ്പിക്കും. ഇങ്ങനെ ആയാലും എന്താ, മരിച്ചുപോയി അദ്ദേഹം ഇല്ലേ ഇപ്പോൾ ബാലമുരളീകൃഷ്ണ. അപ്പോൾ അത് നമ്മൾ പരമ്പരാഗതമായി തുടർന്നു വരുന്ന നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രീതിയിൽ ആരോ ഒരു ചിട്ട ഉണ്ടാക്കി. ഇപ്പോൾ TM കൃഷ്ണ ഈ സംഗീത കച്ചേരി പദ്ധതിയെ ചോദ്യം ചെയ്യുന്നു. നമ്മൾ ആദ്യം ഒരു വർണ്ണം പാടി, അത് കഴിഞ്ഞൊരു കീർത്തനം, ഇങ്ങനെ ഒരു നമ്മൾ ഉണ്ടാക്കി. അരേക്കുടി രാമാനുജൻ കയർ എന്ന് പറയുന്ന ഒരു വലിയൊരു പണ്ഡിതനാണ് ആ പദ്ധതി ഉണ്ടാക്കിയത്. നേരത്തെ സംഗീത കച്ചേരി ഇല്ല. അപ്പോൾ ആ പദ്ധതിയെ ചോദ്യം ചെയ്യുന്നു TM കൃഷ്ണ. നമുക്കിതൊന്നും മനസ്സിലാവാണ്ടാണ് നമ്മൾ അദ്ദേഹം മോഡീനെ കുറ്റം പറയുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊണ്ടു കിടക്കുന്നത് വലിയ കേരളത്തിൽ. അദ്ദേഹം അതിനകത്തുള്ളൊരു പരിഷ്കരണമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള ഒരു പരീക്ഷണങ്ങളും ചില ഇതൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. ചില ഗവേഷണങ്ങളൊക്കെ അതിൽ നടത്തുന്നു. എന്താ ഇങ്ങനെ ചെയ്ത് മംഗളം പാടുന്നു. എല്ലാ സംഗീത കച്ചേരി കഴിഞ്ഞിട്ട് അവസാനമാണ് മംഗളം പാടുക. മംഗളം ആദ്യം പാടിയാൽ എന്താ? അതങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അറിയണേ.
വളയത്തിലൂടെ ചടന്നാലേ വളയത്തിൽ അല്ലാണ്ട് ചാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം ഇതെന്താണെന്ന് ആദ്യം അറിയണം, കൃത്യമായിട്ട് അറിയണം. ആ കലയെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അത് ചെയ്യാൻ പറ്റും, തിരുത്തലും വരുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഭാസ്കരൻ മാഷ് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒന്ന്, സാമൂഹ്യമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. സാമൂഹ്യമായി ഏതൊക്കെ ഘട്ടത്തിൽ മലയാളത്തിൻ്റെ സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ ഏകീകരണവും പുതിയൊരു ഇന്ത്യയെ ഉണ്ടാക്കുന്നതിലുള്ള, ഇപ്പം ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് പറയുന്ന പാട്ട് ഭാസ്കര മാസ്റ്ററുടെയാണ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ, പിന്നെ അടുത്ത വരി നോക്കുക, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. അതായത് തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം, തുഷ്ടി തുളുമ്പും ജീവിത കർമ്മം, ധർമ്മം, സ്വതന്ത്ര ഭാരത വിശാല, അങ്ങനെ വരികൾ പോകുന്നുണ്ട്. എന്താണ് നമ്മളൊരു ഗ്രാമം തോറും നമ്മുടെ ഈ കൈത്തിരി കൊളുത്തി വിളിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പാട്ടിൽ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, പാടി വരുമ്പോൾ ഓർമ്മ വരുള്ളൂ, അല്ലാതെ ഇനി പറയുമ്പോൾ ഓർമ്മ വരില്ല. ഗ്രാമം തോറും നമ്മുടെ ക്ഷേമം വിതറി നടക്കട്ടെ, കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരുൾ കീറി മുറിക്കട്ടെ, അടിപതറാടി ജനകോടികൾ പുതുപുലരിയിലേക്ക് കുതിക്കട്ടെ. ഇനി പറയണം, അലസതയരുതേ നമ്മുടെ ലക്ഷ്യം, അകലെ അകലെ അരികെ 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 എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഓരോ ഘട്ടങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. അദ്ദേഹം ചിലപ്പോൾ ഇന്ന പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ മാറി, പിന്നെ അത് സ്വീകാര്യമല്ലാന്ന് അതിൻ്റെ ഓരോ കാലഘട്ടത്തിലെ നയവ്യതിയാനങ്ങളെ ചിലപ്പോൾ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അത് നമ്മളെ ചർച്ചാ വിഷയമല്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നങ്ങളെ കൈവിടുന്നില്ല. ഇപ്പം എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ മൂലധനത്തിൽ അദ്ദേഹം എഴുതുമ്പോൾ എൻ്റെ വീണക്കമ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സൗന്ദര്യാത്മകമായ അദ്ദേഹത്തിൻ്റെ കവിത്വപരമായ അല്ലെങ്കിൽ സർഗാത്മകതയെ വിലക്കെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ മുതലാളിത്ത ലോകം അയാളെ ഒരു കൃതി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, എൻ്റെ ബാഷ്പധാരയാകെ വടിച്ചെടുത്തു, കണ്ണീരാണ് വടിച്ചെടുക്കുന്നത്, സ്വന്തം സുന്ദരിമാർ കണിയുവാൻ കുണുക്കു തീർത്തു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നാലും എൻ കിനാവിൻ മൺകുടിലിൽ ഇരിക്കുന്നു, എൻ കിനാവിൻ മൺകുടിലിൽ ഇരിക്കുന്നു ഞാൻ, പൊൻപുലരി വരുന്നതും നോക്കി നോക്കി. പ്രതീക്ഷയുണ്ട് അപ്പോഴും, ഒരു പൊൻപുലരി വരുമെന്നുള്ള, എന്നെ എല്ലാം വിലക്കെടുത്ത് കഴിഞ്ഞു, പക്ഷേ ഈ പൊൻപുലരി ഒരു ദിവസം വരും എന്നുള്ള ബോധവും അദ്ദേഹത്തിനുണ്ട്. എൻ്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും, ഓ വന്നു ചേർന്നാലും, ഓ ഓ ഓ എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു, എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. കവിതകളുടെ ഒരു ലോകത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിൻ്റെ ഒരു ലോകം തന്നെ, ഗാനലോകം എന്ന് പറയാൻ, ഗാനലോക വീഥികളിൽ വേണുപുതുമാട്ടിടയൻ എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും പൂർണ്ണമായിട്ടില്ല, ഒരിക്കലും പൂർണ്ണമാവുകയുമില്ല. അത്രയേറെ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ആ പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക.
അല്ലാതെ പിന്നെ നമ്മൾ പഴയത് പുതിയത് എന്നല്ല. പഴയതാണെങ്കിൽ നമ്മളിവിടെ ഈ പഴയതിലെല്ലാം നമ്മൾ നിഷേധിക്കുന്നില്ല. ഖുർആൻ പഴയതായിപ്പോയി എന്നുള്ളതുകൊണ്ട് നമ്മൾ നിഷേധിക്കുന്നുണ്ടോ? ബൈബിൾ പഴയതായിപ്പോയി എന്നുള്ളതുകൊണ്ട് നിഷേധിക്കുന്നുണ്ടോ? ബൈബിൾ എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളത്, അല്ലെങ്കിൽ ഖുർആൻ എത്ര 1500 എത്ര വർഷമായിപ്പോൾ? പഴയതല്ലേ അത്. നമ്മൾ രാമായണത്തെ നിഷേധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഭാഗവത്തെ നിഷേധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മഹാഭാരതത്തെ നിഷേധിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പഴയത് പുതിയത് എന്നല്ല, അതെന്താണ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു മഹാനായ കവി, മഹാനായ ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ്, അതൊക്കെ രണ്ടാമത്തെ ഘടകങ്ങൾ. അതൊന്നും വലിയ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ പെടുത്തേണ്ട ഘടകങ്ങളല്ല. സിനിമ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് സംഭാവനകൾ, ഗാനരചയിതാവും കവിയും അതുപോലെ മറ്റ് രീതിയിലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരനൊക്കെ ഉള്ള ഇപ്പോൾ ഒരു ഇത് ഞാനിപ്പോൾ വേറൊരു പാട്ട് കൂടി പാടിയിട്ട് ഇത് അവസാനിപ്പിക്കാം. ഒരു 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 പ്രധാനപ്പെട്ട കാര്യത്തെ അദ്ദേഹം കാണുന്നതിൻ്റെ ശ്രദ്ധിച്ചു. ഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് കവിതകളും, വള്ളത്തോളിൻ്റെ കവിതയൊക്കെ നമുക്കറിയാം, എൻ്റെ ഗുരുനാഥനൊക്കെ നമുക്കറിയാം. അതുപോലെ എനിക്കൊന്നും ഇത്രയധികം സാഹിത്യം ഉണ്ടായിട്ടുള്ള വേറൊരു നേതാവ് ലോകത്ത് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്, എനിക്കറിയില്ല. പിന്നെ എല്ലാ ഭാഷകളും, ഇന്ത്യൻ ഭാഷകളിൽ തന്നെ എല്ലാ ഭാഷകളിലും ഉണ്ട്, ലോകത്തെ പല ഭാഷകളിലുണ്ട്, ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളിലും ഗാന്ധി ഒരു വലിയ ബിംബമാണ്. അപ്പോൾ അതിൽ കേരളത്തിലും ഒരുപാട് കവിതകൾ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്കറിയാം. ഒരുപാട് വലിയ വലിയ മഹാകവികൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഭാസ്കരൻ മാഷ് എഴുതിയൊരു പാട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, നിങ്ങളത് ശ്രദ്ധിക്കണം. അതിൻ്റെ ഓരോ വരികളിലൂടെ, വാക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പോഴുമാണ് എങ്ങനെയാണ് ഗാന്ധിജിയെ ഭാസ്കരൻ മാഷ് രേഖപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക. തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, അനുപദമനുദീനം അണയാതിരുളിൽ കനകവിളക്കിത് സൂക്ഷിപ്പാൻ, അനുപദമനുദീനം അണയാതിരുളിൽ കനകവിളക്കിത് സൂക്ഷിപ്പാൻ, പവിത്രമാം നിൻ സ്മൃതിയുടെ മുന്നിൽ, പവിത്രമാം നിൻ സ്മൃതിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ, പ്രതിജ്ഞ ചെയ്യുന്നു. തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും, അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും,
പ്രതിജ്ഞ ചെയ്യൂ നിന്നുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ, പ്രതിജ്ഞ ചെയ്യുന്നു. തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിത്തിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിത്തിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. ഒരു സ്ഥലത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത് രാഷ്ട്രപിതാവേ എന്നാണ്, മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത് രാജ്യപിതാവേ എന്നാണ്, അല്ലേ? അപ്പോൾ തമസിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കു വെച്ചൊരു രാജ്യപിതാവേ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഗാനരചയിതാവായ അതായത് സിനിമാ പാട്ട് രചയിതാവായ ഒരു പി ഭാസ്കരനെ മാത്രം കണ്ടാൽ പോരാ നിങ്ങൾ. നമ്മുടെ ചരിത്രത്തിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ മാത്രമല്ല നമ്മുടെ സാമൂഹ്യ വികാസ ചരിത്രത്തിലും എങ്ങനെയാണ് പി ഭാസ്കരൻ മറ്റ് AKGയെ പോലെയോ അല്ലെങ്കിൽ EMS പോലെയോ അല്ലെങ്കിൽ അച്യുതമേനോനെ പോലെയോ MN ഗോവിന്ദൻ നായരെ പോലെയോ K കേളപ്പനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് വലിയ നേതാക്കന്മാരുള്ളൊരു നാടാണ് നമ്മളേത്, അതുപോലെ രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് പി ഭാസ്കരൻ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.